ഹായ് ഫ്രണ്ട്സ്, കുസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് പ്രിലിംസ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഒരു ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട്. എൻ്റെ ഉത്തരം ഡി ആണ്. 1, 3 എന്നിവ മാത്രം. ഒന്ന്, മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു. 3, 1792-93 കൊണ്ടുവന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1923 പാൽഘട്ടിൽ നടന്ന 2ാം കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ഉത്തരം സി ആണ്. 2 മാത്രം. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പിലുള്ള ബന്ധം. മൂന്നാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം. ഇതിന്റെ ഉത്തരം ബി ആണ്. 2 മാത്രം. അതായത് തൊട്ടുകൂടായ്മ നീക്കം ചെയ്യാനുള്ള നീക്കം. തൊട്ടുകൂടായ്മ നീക്കം ചെയ്യാനുള്ള നീക്കം. 4, ചിറ്റഗോങ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഉത്തരം എ ആണ്. 3 മാത്രം. അതായത് 3 മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് 1, കൊളോണിയൽ സ്റ്റേറ്റിനെ ലക്ഷ്യമിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം. 2, യുവതികളുടെ പങ്കാളിത്തം. 5, വാട്ട് ഈസ് ടു ബി ഡൺ എന്നത് ആയിരുന്നു. ഇതിൻ്റെ ഉത്തരം ബി ആണ്. 2 മാത്രം. 2, നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെ. 6ാമത്തെ ചോദ്യം നോക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട്. എൻ്റെ ഉത്തരം എ ആണ്. 1 മാത്രം. 1, കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യ വിനിമയ നിയമങ്ങളുടെ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക. 7, അന്തരീക്ഷത്തിന്റെ പാളികൾക്കനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ ക്രമം. ഉത്തരം ബി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. 8ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയെക്കുറിച്ച് താഴെ പറയുന്നതിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണ്. ഉത്തരം സി ആണ്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വേർതിരിക്കുന്ന മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വേർതിരിക്കുന്ന മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു. 9ാമത്തെ ചോദ്യം നോക്കാം. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും 2 പ്രധാന ഭൂഗർഭ ജല പുനരുദ്ധാരണങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് കടലെടുക്ക്. ബോസ്ഫറസ് കടലെടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അത് ഡാഷിനെ ബന്ധിപ്പിക്കുന്നു. ഇത് ഉത്തരം എ ആണ്. കരിങ്കടലും മരാമര കടലും. കരിങ്കടലും മരാമര കടലും. 10, ഗോതമ്പ് കൃഷിക്ക് താഴെ പറയുന്നതിൽ ഏത് അവസ്ഥയാണ് അല്ലെങ്കിൽ താപനില, മഴ, മണ്ണിന്റെ തരം നല്ലത്. ഇതിന്റെ ഉത്തരം വേണ്ട ഡി ആണ്. താപനില 10 to 15 ഡിഗ്രി സെൽഷ്യസ് വിതയ്ക്കുന്ന സമയം. 21 to 26 ഡിഗ്രി സെൽഷ്യസ് കായ്കൾ വിളയുന്ന സമയം. മഴ 75 to 100 സെന്റിമീറ്റർ. മണ്ണ് നന്നായി വറ്റിച്ച് ഫലഭൂഷ്ടമായ പശ്ചിമരാശിയും കളിമണ്ണും നിറഞ്ഞ പശ്ചിമരാശിയും. 11, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ഏതാണ് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതി. ഉത്തരം എ ആണ്. താഴ്ന്ന പെരിയാർ, നേര്യമംഗലം, പൊന്നിയൂർ, ചെങ്കുളം. 12, ബംഗാൾ ഉൾക്കടലിന്റെ ബേസിൻ രാജ്യങ്ങൾ. ഉത്തരം സി ആണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ശ്രീലങ്ക. 13, സമീപകാല ഇന്ത്യൻ തൊഴിൽ വിപണിയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവന ഏതാണ്. ഏതൊക്കെയാണ് ശരി. ഇത് ഉത്തരം ഡി ആണ്. എയോ ബിയോ അല്ല. 14, നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് ഒരു ഉദാഹരണം. ഇത് ഉത്തരം സി ആണ്. സ്റ്റാറ്റ്യൂട്ടറി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. 15, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി. ഇതിന്റെ ഉത്തരം ബി ആണ്. 3 മാത്രം.
ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു. 16 കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിൽ വരുന്ന റിപ്പോർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തന മേഖല അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിന്റെ ഉത്തരം സി ആണ്, 2 മാത്രം. 17 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം എ ആണ്, 1ഉം 4ഉം മാത്രം. ഇതൊന്ന് പ്രവേശന നികുതിയും വിനോദ നികുതിയും തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഒഴികെ. 4 ലോട്ടറി, വാതുവെപ്പ്, ചൂതാട്ടം എന്നിവയുടെ നികുതി. 18 വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കിയ ലിംഗവ്യത്യാസ സൂചിക 2021 പ്രകാരം ഏതാണ് ശരി? ഉത്തരം ബി ആണ്, ഐസ്ലാൻഡ് ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം. 19 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം ബി ആണ്, ആർട്ടിക്കിൾ 21A. 20 ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നത് ആർക്കെതിരെ? ഉത്തരം സി, സ്വകാര്യ വ്യക്തികളും പൊതു അധികാരികളും. 21 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നത് ഉറപ്പു നൽകുന്നത്? ഉത്തരം സി ആണ്, ആർട്ടിക്കിൾ 50. 22 സംസ്ഥാന നയത്തിന്റെ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് KS ഹെഗ്ഡെ നിരീക്ഷിച്ചതിന് താഴെ പറയുന്ന ഏത് കേസിലാണ്? ഉത്തരം എ ആണ്, കേശവാനന്ദ ഭാരതി VS കേരള സംസ്ഥാനം. 21 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഉത്തരം എ ആണ്, 42ാം ഭേദഗതി നിയമം. 24 കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനം ഡാഷ് പ്രകാരം കൈകാര്യം ചെയ്യുന്നു? ഉത്തരം എ, 7ാം ഷെഡ്യൂൾ. 25 താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ? ഉത്തരം ഡി ആണ്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷ ഇല്ല. 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം? ഉത്തരം ബി ആണ്, 65. 27 സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഡി, ഗുജറാത്ത്. 28 കേരളത്തിലെ പ്രളയത്തെ സംബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി സ്വരൂപിച്ച് തൃശൂർ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പ്രചരിപ്പിച്ചതുമായ പുസ്തകം ഏതാണ്? ഉത്തരം എ ആണ്, പ്രളയാക്ഷരങ്ങൾ. 29 സംസ്ഥാന സർക്കാർ ആരിൽ നിന്നാണ് നിയമോപദേശം തേടുന്നത്? ഉത്തരം ഡി ആണ്, അഡ്വക്കേറ്റ് ജനറൽ. 30 ലോകായുക്ത ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഉത്തരം ബി ആണ്, ഗവർണർ. 31 കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര്? ഉത്തരം ബി, തെളിമ. 32 കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം സി ആണ്, 2013. 33 സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാർ അറിയപ്പെടുന്നത്? ഉത്തരം എ ആണ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥർ. 34 അസ്കോർബിക് ആസിഡിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് ആണ് തെറ്റായത്? ഉത്തരം സി ആണ്, 3 മാത്രം. ഇത് ശരീരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിയും. 35 മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം സി ആണ്, മിഡ്തലച്ചോറ്. 36 ഒരാരോഗ്യ സമീപനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഉത്തരം ബി ആണ്, 1 മാത്രം. ഒരു ആരോഗ്യം എന്ന ആശയത്തിന്റെ ലക്ഷ്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്. 37 താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങളുടെ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്? ഉത്തരം ഡി ആണ്, എയും സിയും. വേണ്ടത്ര വ്യായാമം ലഭിക്കുന്നില്ല, അമിതഭാരം. 38 കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, അതായത് 18 വയസ്സിന് താഴെയുള്ളവർ, അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നൊരു പദ്ധതി? ഉത്തരം എ, ആരോഗ്യ കിരണം. 39 ഹബിൾ സ്ഥിരാങ്കത്തിന് ഡാഷിന്റെ അളവുണ്ട്?
ഉത്തരം ഡി ആണ് ആവൃത്തി. 40 ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ വ്യതിചലിക്കുന്ന ലെൻസും 40 സെന്റിമീറ്റർ കൺവേർജിംഗ് ലെൻസും ചേർന്ന കണ്ണടകൾ ഒരു നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നു. ഡയോപ്റ്റുകളിലെ ലെൻസ് സംയോജനത്തിന്റെ പവറാണ് ഉത്തരം ബി -7.5D. 41 പ്രവേഗത്തിന്റെ മാറ്റം കാരണം ശരീരത്തിന്റെ ഗതികോർജം 125% വർദ്ധിക്കുന്നു. ശരീരത്തിന്റെ ആക്കം ഡാഷായി മാറുന്നു. ഉത്തരം സി 50%. 42 ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ശാസ്ത്രീയ പേലോഡാണ് ഉപയോഗിച്ചത്? ഉത്തരം ബി ആണ് മൂൺ ഇമ്പാക്ട് പ്രോബ് MIP. 53 ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് ശരാശരി സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകമാണിത്. ഉത്തരം എ ആണ് ഹൈഡ്രജൻ. 44 താഴെ പറയുന്ന മൂലകങ്ങളിൽ ഏതാണ് ഏറ്റവും ഉയർന്ന ലോഹ സ്വഭാവമുള്ളത്? ഉത്തരം ഡി ആണ് RB. 45 ക്ലോറിൻ ഓക്സിയാസിഡുകളുടെ അസിഡിറ്റിയുടെ ആപേക്ഷിക ക്രമം ഡാഷാണ്. ഇതിന്റെ ഉത്തരം ബി ആണ് HClO ലെസ് താൻ HClO2 ലെസ് താൻ HClO3 ലെസ് താൻ HClO3. 46 ഇന്ത്യ ഇന്നോവേഷൻ സെന്റർ ഫോർ ഗ്രാഫിനുമായി സഹകരിച്ച 2 സ്ഥാപനങ്ങൾ ഏതാണ്? ഉത്തരം സി ആണ് CMET-ഉം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും. 47 ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ കർക്കശമായ നിയമങ്ങളിൽ നിന്ന് സ്വയം ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഒരു തൊട്ടുകൂടാത്തവൻ ഉപയോഗിച്ചിരുന്ന തോട്ടണ്ടിയിലയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ജാതി നിയമം ലംഘിച്ചു. ഈ സംഭവത്തിൽ അലോസരപ്പെട്ട് കുടുംബനാഥൻ അവളെ കൊന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ദേവതയായി ഉയർന്നു വന്നിരിക്കണം എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അവളുടെ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. മുകളിലെ വിവരണം താഴെ പറയുന്നതിൽ കേരളത്തിലെ ഏത് തെയ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സി ആണ് മണക്കോട്ട് അമ്മ. 48 താഴെ പറയുന്നതിൽ ഏതാണ് സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം സി ആണ് 3 മാത്രം. അതായത് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. 49 താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിന്റെ ഉത്തരം ഏതാണ്? 2ഉം ശരിയാണ്. 1 സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരം ഒരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. 2 ഭാരത് ഭവൻ മികച്ച വിവർത്തകനുള്ള വിവർത്തക രത്ന അവാർഡ് ഏർപ്പെടുത്തി. 50 താഴെ പറയുന്ന ചേരുംപടി ചേർക്കുക. ഇതിന്റെ ഉത്തരം സി ആണ്. അതായത് DADC. A.T. കോവൂർ, എബ്രഹാം തോമസ്, സിനിക്, M. വാസുദേവൻ നായർ, കാണം E.J. ഫിലിപ്പ്, ഏകലവ്യൻ, K. മാത്യു. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് GK ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.